എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ നമ്മൾ ചെയ്യുന്നത് ഒരു ആൻറ്റിക് ലുക്കിലുള്ള ജഗ്ഗാണ്. ഇതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഗ്ലാസ് ബോട്ടിൽ, 2 പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ടോപ്പ്, 2 ലിക്കർ ബോട്ടിലിൻ്റെ നോസിൽ, ടിഷ്യൂ പേപ്പർ, ക്ലേ, മെറ്റൽ വയർ, ത്രെഡ്, ഗ്ലൂ, അക്രിലിക് ആൻഡ് മെറ്റാലിക് കളർ, വാർണിഷ് മുതലായവയാണ്. നെക്ക് നീണ്ട ഒരു കുപ്പിയാണ് ഇത്തരം ജഗ്ഗുകൾ ഉണ്ടാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ടോപ്പ് പോർഷൻ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അതേപോലെ ലിക്കർ ബോട്ടിലിലെ നോസിൽ ഭാഗങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇവയെല്ലാം വീഡിയോയിൽ കാണുന്ന പോലെ പരസ്പരം ഒട്ടിച്ചെടുക്കുക. ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് ഞാൻ ഇവയെല്ലാം ഒട്ടിച്ചിരിക്കുന്നത്. അതായത് നമ്മളൊക്കെ ഒരല്പം സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ ഉപയോഗിക്കുന്നതിനായിരിക്കും നല്ലത്. ബോട്ടിലിൽ ഗ്ലൂ തേച്ച് ഇവിടെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കുന്നു. അതുപോലെ ടോപ്പ് ഭാഗത്തും ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്നു. നെക്ക് ഭാഗം നമ്മൾ ഒഴിച്ചിടുകയാണ്. സ്റ്റീൽ കമ്പി എടുത്ത് 3-4 മടക്കായിട്ട് ഈ രൂപത്തിലൊന്ന് വളച്ചെടുക്കണം. ഇതിൽ മാസ്കിൻ ടേപ്പ് ചുറ്റിയെടുക്കേണ്ടതുണ്ട്. ഇതാണ് നമ്മളുടെ ജഗ്ഗിൻ്റെ പിടി. ഇത് നമ്മുടെ ബോട്ടിൽ യഥാസ്ഥാനത്ത് ഒട്ടിക്കണം. പിടിയിലും ടിഷ്യൂ പേപ്പർ ഒരല്പം കനത്തിൽ ചുറ്റിയെടുക്കണം. പിടി ബോട്ടിലുമായി ചേരുന്ന ഭാഗത്തും ടിഷ്യൂ പേപ്പർ നന്നായി ഒട്ടിച്ചെടുക്കണം. കാർഡ്ബോർഡ് പീസ് വെട്ടിയെടുത്ത് ജഗ്ഗിന് ഒരു നോസിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. അവിടെയും നമുക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ എയർ ഡ്രൈ ക്ലേ ആണ് ഉപയോഗിക്കുന്നത്. ക്ലേ ഉപയോഗിച്ച് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച ഭാഗങ്ങളിലൊക്കെ കുറച്ച് ഡിസൈൻ വർക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു പൂവിൻ്റെ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്.
ടിപ്പിലൊരു ബാൾ കൂടി ഇരിക്കട്ടെ. ഈ ക്ലേ വർക്കിൽ ഞാൻ അത്ര എക്സ്പെർട്ടൊന്നുമല്ല, അതുകൊണ്ട് അധികമൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചെറിയ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ജഗ്ഗിൻ്റെ പിടിയിലൊരു ത്രെഡ് ചുറ്റിയെടുക്കാം. അങ്ങനെ അതൊരു ഡിസൈനായിട്ടിരിക്കട്ടെ. നീരിൽ മുഴുവനും ബ്ലാക്ക് അക്രിലിക് കളർ നമുക്ക് അടിച്ചു കൊടുക്കാം. എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാനിതിൽ മെറ്റാലിക് കോപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സ്പോഞ്ചിൽ മുക്കി ഡ്രൈ ബ്രഷ് രീതിയിലങ്ങ് അടിച്ചു കൊടുക്കുകയാണ്. പെയിൻ്റെല്ലാം നന്നായി ഉണങ്ങിയതിന് ശേഷം വാർണിഷ് അടിച്ചു കൊടുക്കണം. അതോടാകുമ്പോഴത്തേക്കും നമ്മളുടെ ജഗ്ഗിന് വേറൊരു ലുക്ക് കിട്ടും. അങ്ങനെ നമ്മളുടെ ജഗ്ഗിൻ്റെ വർക്ക് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നതിലേക്കും ഗുഡ് ബൈ.